എല്ലാവർക്കും നമസ്കാരം. സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പോഷൻ ട്രാക്കറിന്റെ പുതിയ വെർഷൻ ആയിട്ടുള്ള 22.4 സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പും അതുപോലെ തന്നെ പോഷൻ ട്രാക്കറും മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് സൂപ്പർവിഷനിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജിൽ രണ്ടാമതായിട്ട് കാണുന്ന സൂപ്പർവൈസർ, CDPO, DPO എന്നീ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇമെയിൽ IDയും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടത്. ഇമെയിൽ ID, പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോഷൻ ട്രാക്കറിന്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സെയിം ഇമെയിൽ IDയും അതേ സെയിം പാസ്വേഡുമാണ് ഇവിടെ നൽകേണ്ടത്. അപ്പോൾ ആദ്യം ഇമെയിൽ എന്ന ഭാഗത്ത് ആ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സെയിം പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം റിമെമ്പർ മീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാധാരണ രീതിയിലെ പോലെ തന്നെ ലോഗിൻ ആയിട്ട് വരുന്നത് കാണാം. ഇനി അഥവാ ലോഗിൻ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ID മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ സെയിം ഇമെയിൽ ID മുകളിൽ നൽകുക. പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ മുകളിൽ നൽകിയിട്ടുള്ള അതേ ഇമെയിൽ IDയും അതിൻ്റെ ശേഷം @123 എന്നുകൂടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID abcd@gmail.com എന്നാണെങ്കിൽ നിങ്ങൾ മുകളിൽ ഇമെയിൽ എന്ന ഭാഗത്ത് ആ ഒരു ഇമെയിൽ ID അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതേ സെയിം ഇമെയിൽ ID തന്നെ താഴേക്കും എൻ്റർ ചെയ്യുക. ഇമെയിൽ ID കഴിഞ്ഞതിനു ശേഷം @123 എന്നുകൂടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ സാധാരണ ലോഗിൻ ആവുന്ന പോലെ തന്നെ ലോഗിനായി വരുന്നത് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.